നമസ്കാരം, എൻ്റെ പേര് അമീൻ ഖാൻ. തൂരിൻ്റെ വളരെ ജെന്യൂനായൊരു വിഷയവുമായി ബന്ധപ്പെട്ട് തൂർ പഞ്ചായത്തിലെ ജനം ഒന്നടങ്കം ഒരു സമരമുഖത്താണ്. ഞങ്ങൾ ഒരാവേശത്തിൻ്റെ പുറത്ത് സമരത്തിന് ഇറങ്ങിയതല്ല, മറിച്ച് ഒരാവശ്യത്തിന് വേണ്ടിയിട്ട് സമരത്തിന് ഇറങ്ങിയതാണ്. എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ നിർദ്ദിഷ്ട പാലക്കാട് കോഴിക്കോട് ഗ്രീൻഫീൽഡ് ഹൈവേയുടെ DPR പുറത്തിറങ്ങിയിട്ടുണ്ട്. 120 കിലോമീറ്റർ നീണ്ടു വരുന്ന നമ്മുടെ ഈ ഹൈവേ 12 എക്സിറ്റ് എൻട്രി ആണ് ഇപ്പോൾ നിലവിൽ DPRൽ നമുക്ക് കാണപ്പെടുന്നത്. അത് ഏറെക്കുറെ നമ്മൾ അതിനെക്കുറിച്ച് പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് ഓരോ 10 കിലോമീറ്റർ വ്യത്യാസത്തിലും എക്സിറ്റ് എൻട്രി അനുവദിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. പക്ഷേ അതിൽ നിന്ന് വിഭിന്നമായിട്ട് അർഹമായ തൂരിന് കിട്ടേണ്ട ആ എക്സിറ്റ് എൻട്രി നമുക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്. തൂരിത് നഷ്ടപ്പെട്ടാൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് എന്താണ് എന്നുള്ളതും തൂരുകാർക്ക് ഇതുകൊണ്ടുള്ള ഗുണം എന്താണ് എന്നുള്ളതും ഇങ്ങനെ ഒരു എക്സിറ്റ് എൻട്രി നമുക്ക് തൂരിൽ ലഭിച്ചാൽ നമ്മളതിന് എത്രത്തോളം നമ്മൾ ഗുണഭോക്താക്കളാവുമെന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ ഗ്രീൻഫീൽഡ് ഹൈവേ 5 സ്ട്രെച്ചിലായിട്ടാണ് പണി നടക്കുന്നതെന്നുള്ള നമ്മൾ DPR കണ്ടപ്പോൾ മനസ്സിലായത്. പാലക്കാട് മുതൽ കരിമ്പ വരെ ഒരു സ്ട്രെച്ചും, കരിമ്പ മുതൽ എടത്തനാട്ടുകര വരെ മറ്റൊരു സ്ട്രെച്ചും, എടത്തനാട്ടുകര മുതൽ മഞ്ചേരി കാരക്കുന്ന് വരെ മറ്റൊരു സ്ട്രെച്ചും, കാരക്കുന്ന് മുതൽ വാഴയൂർ വരെ മറ്റൊരു സ്ട്രെച്ചും, വാഴയൂർ മുതൽ കോഴിക്കോട് നമ്മുടെ പന്തീരങ്കാവ് വരെയുള്ള മറ്റൊരു സ്ട്രെച്ച്. അങ്ങനെ 5 സ്ട്രെച്ചായിട്ടാണ് ഇതിൻ്റെ വർക്ക് നടക്കുന്നതായിട്ട് നമുക്ക് വായിച്ച് മനസ്സിലാക്കാൻ പറ്റിയത്. ഇതിനകത്തെ അവിടെ നിന്ന് വരുമ്പോഴും ഇവിടുന്ന് വരുമ്പോഴും മൂന്നാമത്തെ സ്ട്രെച്ചിലുള്ള എടത്തനാട്ടുകര കാരക്കുന്നിനിടയിലുള്ള സ്ട്രെച്ചിലാണ് നമ്മൾ തൂരും കരുവാരം കൊണ്ടെല്ലാം ഉൾപ്പെടുന്നത്. ഏറെക്കുറെ 53 കിലോമീറ്ററോളം മലപ്പുറം ജില്ലയിലൂടെ മാത്രം ഈ ഹൈവേ കടന്നു പോകുന്നുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയത്. ഇതിനകത്ത് മലപ്പുറം ജില്ലയിലെ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു ഏരിയയാണ് നമ്മുടെ തൂർ പഞ്ചായത്ത്. എന്താണ് തൂരിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ, നമുക്ക് ഈ ഒരു റോഡ് കടന്നു പോകുന്നതിൽ ഏക റെയിൽവേ സ്റ്റേഷൻ അല്ലെങ്കിൽ ഏക റെയിൽ പാളം നമുക്ക് കാണാൻ പറ്റുന്നത് ഈ ഒരു തൂര് അങ്ങാടിയിലൂടെ മാത്രമായിരിക്കും. മറ്റൊന്ന് ഇവിടെ പാണ്ടിക്കാട് IRB ക്യാമ്പ്. ഈ 2 റെയിൽവേ സ്റ്റേഷനിലേക്കും അതുപോലെ തന്നെ IRB ക്യാമ്പിലേക്കും നമുക്ക് കിട്ടുന്ന ആക്സസിനുള്ള പ്രധാന ഏരിയ എന്ന് പറയപ്പെടുന്നത് തൂർ പഞ്ചായത്താണ്. അപ്പോൾ ഈ തൂർ പഞ്ചായത്തിലേക്ക് നമുക്ക് ഒരു എക്സിറ്റ് എൻട്രി ലഭിക്കുക എന്നുള്ളത് തീർത്തും നമ്മുടെ ഒരാവശ്യമാണ്. അതിനു വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ഒരു സമരം സംഘടിപ്പിച്ചിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായി ജനങ്ങളെ ബോധ്യപ്പെടുത്തുക എന്നുള്ളതാണ് നമ്മൾ ഇത്തരം വീഡിയോയിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ ഈ മൂന്നാമത്തെ സ്ട്രെച്ച് കാരക്കുന്ന് എടത്തനാട്ടുകര ഇടയിലുള്ള ഈ മൂന്നാമത്തെ സ്ട്രെച്ച് എന്ന് പറയപ്പെടുന്നത് ഏറെക്കുറെ ഇതിന് ഫണ്ട് കണ്ടെത്തിയിട്ടുള്ളത് 1200 കോടിക്ക് മുകളിൽ ഫണ്ട് കണ്ടെത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയത്. ഇത്രയും രൂപ ചെലവഴിച്ച് നമ്മളൊരു വലിയ ദേശീയപാത ഇതുവഴി കൊണ്ടുവരുന്ന സമയത്ത് വളരെ ന്യായമായ ഒരു ആവശ്യമാണ് തൂര് ആവശ്യപ്പെടുന്നത്. തൂര് ആവശ്യപ്പെടുന്നത് എന്തുകൊണ്ട് എന്നും കൂടെ നമ്മളൊന്ന് ഓർമ്മപ്പെടുത്തുക. അതിനകത്ത് ഓരോ 10 കിലോമീറ്റർ വ്യത്യാസത്തിലാണ് എക്സിറ്റ് എൻട്രി യഥാർത്ഥത്തിൽ അനുവദിച്ചിട്ടുള്ളത്. അപ്പോൾ തൊട്ട് മുമ്പുള്ള എക്സിറ്റ് എൻട്രി എന്ന് പറയപ്പെടുന്നത് എടത്തനാട്ടുകരയ്ക്ക് ശേഷം വരുന്ന ഒരു എക്സിറ്റ് എൻട്രിക്ക് ശേഷം പിന്നീട് 10 കിലോമീറ്റർ എടുക്കാതെ ഏറെക്കുറെ 6-7 കിലോമീറ്റർ കഴിയുന്നതോടുകൂടി കരുവാരക്കുണ്ട് ഇരിങ്ങാട്ടിരിയിലാണ് ഒരു എക്സിറ്റ് എൻട്രി ഇപ്പോൾ നിലവിൽ അനുവദിച്ചിട്ടുള്ളത്. അത് യഥാർത്ഥത്തിൽ അവിടെ നിന്ന് തൂരിലേക്ക് എത്തുമ്പോഴേക്കാണ് നമുക്ക് 10 കിലോമീറ്റർ അല്ലെങ്കിൽ 11 കിലോമീറ്റർ എന്ന് പറയുന്ന കിലോമീറ്റർ തികയുന്നത്. അപ്പോൾ ആ ഒരു മാനദണ്ഡം പാലിക്കപ്പെടാതെയാണ് നിലവിൽ ഈ എക്സിറ്റ് എൻട്രി അനുവദിക്കപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ മറ്റുള്ള ആളുകളുടെ എക്സിറ്റ് എൻട്രി നഷ്ടപ്പെടുക എന്നുള്ളതല്ല നമ്മുടെ ആവശ്യം, മറിച്ച് ഞങ്ങൾക്ക് കൂടെ ഒരു എക്സിറ്റ് എൻട്രി അനുവദിക്കപ്പെടുക എന്നുള്ളതാണ് ഞങ്ങൾ ഈ ഒരു കൂട്ടായ്മയിൽ ഈ ഒരു സമരത്തിൻ്റെ ആവശ്യം എന്ന് പറയപ്പെടുന്നത്. ഇതിൻ്റെ ഭാഗമായി നമ്മൾ കേരളത്തിൽ നിന്നും രാജ്യസഭയിലേക്കും ലോകസഭയിലേക്കും പോയിട്ടുള്ള ഒട്ടുമിക്ക MP മാരെയും നമ്മുടെ കേരളത്തിൻ്റെ മന്ത്രിമാരെയും കേന്ദ്രമന്ത്രിമാരെയും എല്ലാം നമ്മൾ ഇതിൻ്റെ ഭാഗമായിട്ട് സമീപിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഗൗരവം നമ്മുടെ തൂരിലെ ജനതയെങ്കിലും മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഭാവി തലമുറക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു ഉദ്യമത്തിന് ഇറങ്ങിയിട്ടുള്ളത്. നാളെ നമ്മുടെ മക്കൾ നമ്മോട് ചോദിക്കരുത്, അതായത് ഞങ്ങൾ താഴെ നിന്ന് മുകളിലൂടെ ആകാശത്തിലൂടെ വാഹനം പോകുന്നത് കാണാനാണോ നിങ്ങളൊരു തലമുറ ഞങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞു പോയതെന്ന് ചോദിക്കുന്നൊരു സാഹചര്യം ഉണ്ടാവരുത്. മറിച്ച് ഞങ്ങൾ ഇങ്ങനെ ഒരു എക്സിറ്റ് എൻട്രിക്ക് വേണ്ടി സമരം ചെയ്ത് നേടിയെടുത്ത വഴിയിലൂടെ നിങ്ങൾ പോകുന്നതെന്ന് പറയാൻ അടുത്ത ഒരു 10-25 കൊല്ലത്തിന് ശേഷം നമുക്ക് പറയാൻ കഴിയുക എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു സമരം കൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. തികച്ചും അർഹതയുണ്ടായിട്ടും തൂരിന് ഇങ്ങനെ ഒരു എക്സിറ്റ് എൻട്രി അനുവദിച്ചിട്ടില്ല എന്നുള്ളതാണ്. അത് നമുക്ക് ലഭിക്കേണ്ടതുണ്ട്. ആ ലഭിക്കുന്നതിന് വേണ്ടി നമ്മളെല്ലാവരും കൂട്ടമായി നിൽക്കേണ്ടതുണ്ട്. നമുക്ക് ഈ ഒരു ഉദ്യമവുമായിട്ട് തൂരിന് പരിസരത്തുള്ള എല്ലാ പഞ്ചായത്തുകാർക്കും ഈ വിഷയത്തിൽ ഒരുമിച്ച് നിൽക്കാം.